Okay, good afternoon. Good afternoon, sir. Good afternoon, sir. Okay. Good afternoon, sir. Okay, അപ്പോൾ അറ്റൻഡൻസ് പറയൂ. 301. എല്ലാവരും എത്തിയോ? എല്ലാവരും ജോയിൻ ചെയ്തോ? ഹലോ, Hello, sir. എല്ലാവരും ജോയിൻ ആയോ? Sir, I ഓക്കെ, അറ്റൻഡൻസ് പറയൂ. 301. present, sir. 2, Present, sir. 3, 3, 4. Chat box. Chat box ഇട്ടിട്ടുണ്ട് sir. സോറി, 3 ഉണ്ടോ? 3. 3യുടെ മൈക്ക് വർക്ക് അല്ല, ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് പ്രസന്റ്. 3, ഓക്കെ. 4 ഉണ്ടോ? What present, sir? 5, 5%. 6, Present, sir. 7, Present, sir. 8, Present, sir. 9, 9%, sir. 10, Present, sir. Present, sir. 11, Sorry, present, sir. 12, 12. Okay, 13, Present, sir. 14, Present, sir. 15, Present, sir. 16, Present, sir. 17, Present, sir. 18, 18, 19, 18, 19 absent ആണ്. Okay. 20, Present, sir. 21, Present, sir. 22, Present, sir. 23, Present, sir. 24, Present, sir. 25, Present, sir. 26, Present, sir. 27, 27, 28, Present, sir. 29, Present, sir. 30, Present, sir. 31, Present, sir. 32, Present, sir. 33, Sir. 34, Present, sir. 35, Present. 36, Present, sir. 37, Present, sir. 38, Present, sir. 39, Present, sir. 40, Present, sir. 41, Present, sir. 42, Present, sir. 43, Present, sir. 44, 45, Present, sir. 46, 46, Present, sir. 47, Present, sir. 48, Present, sir. Sir. Present. 49, Present, sir. 50, Present, sir. 51, Present, 52, 52, 53, Present, sir. 54, Present, sir. 55, Present, sir. 56, Present, sir. 57, Present, sir. 58, 58, ഇല്ല, 59, Present, sir. 60,
Present, sir. 61 അപ് ടു എത്ര നമ്പർ വരെയാണ് നിങ്ങളുടെ? 67. 61, Present, sir. 62, Present, sir. 3, Present, sir. 64, Present, sir. 65, Present, sir. 66, Present, sir. 67. Present, sir. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനിയില്ലല്ലോ. 67 വരെയല്ലേ ഉള്ളൂ? Sir. Yes, sir. ഓക്കെ, 3 12 ഉണ്ടോ? 12 ഉണ്ടോ? 12, 18, 19, 27, 52, 58. These are absent. Okay. ക്ലാസ്സിലുണ്ടോ? എന്താ അറ്റൻഡൻസ് പറഞ്ഞില്ലല്ലോ? ഓൺ ചെയ്തിട്ട് കാണും അല്ലേ? 27 അറ്റൻഡൻസ് പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? പ്രസന്റ് ഇവിടെ വേണമല്ലോ. ഓൺ ചെയ്തിട്ടാൽ മാത്രം പോരല്ലോ, ആള് വേണ്ടേ? സർ നെറ്റ് കണക്ഷൻ സ്ലോ ആണ്. അവന് ഇതുണ്ട് ഓൺലൈൻ എന്നാ പറയൂ. 27 ഉണ്ടോ ഇപ്പൊ? ഇല്ലല്ലോ. ഉണ്ട് സർ. Chat box ഇട്ടിട്ടുണ്ട്. മീറ്റിലുണ്ട് അവന്റെ. അപ്പൊ 12, 18, 19, 52, 58 ആബ്സെന്റ്. ഓക്കെ, ശരി. 52 ആയോ? ശരി. അപ്പൊ 52. ഓക്കെ. അപ്പൊ 58 ഇല്ല, 12 ഇല്ല, 18 ഇല്ല, 19 ഇല്ല. ഓക്കെ. അപ്പൊ ടുഡേ ഇന്ന് നിങ്ങളുടെ ക്ലാസ് എന്ന് പറയുന്നത് ഫൗണ്ടറി ആണ്. ഓക്കെ. ഫൗണ്ടറിയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഫൗണ്ടറി ഈസ് ദ ഫാക്ടറി ദാറ്റ് പ്രൊഡ്യൂസ് മെറ്റൽ കാസ്റ്റിംഗ്. മെറ്റൽ കാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ഫൗണ്ടറി ഫാക്ടറി എന്ന് പറയുന്നത്. നമുക്ക് എനി മെറ്റൽ വി ക്യാൻ കാസ്റ്റ് ഇൻ ഫൗണ്ടറി ലൈക്ക് ദാറ്റ് അലുമിനിയം, കാസ്റ്റ് അയൺ, ബ്രോൺസ്, ബ്രാസ്, സ്റ്റീൽ, മെഗ്നീഷ്യം, സിങ്ക്. എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കാസ്റ്റ് ചെയ്തെടുക്കാം. കാസ്റ്റിംഗ് മീൻസ് നമുക്കെന്താ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഫോർ ദാറ്റ് ഫസ്റ്റ് യു ഹാവ് ടു മേക്ക് എ പാറ്റേൺ. പാറ്റേൺ മീൻസ് മോഡൽ. ഏത് സാധനത്തിൻ്റെയും നമ്മൾ ഇനി വുഡിലോ അല്ലെങ്കിൽ ദെൻ സാൻഡിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാറ്റേൺ. യു ഹാവ് ടു ക്രിയേറ്റ് ഫസ്റ്റ് എ പാറ്റേൺ ആസ് പെർ ദി സെയിം മോഡൽ ഫോർ ദാറ്റ് മോഡൽ ഡ്യൂപ്ലിക്കേഷൻ. ആ മോഡൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു പാറ്റേൺ അല്ലെങ്കിൽ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ അതേമാതിരി അതിനെ എന്ത് ചെയ്യുന്നു? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കുന്നു. അതാണ് നമ്മൾ ഫൗണ്ടറിയിൽ ചെയ്യുന്ന കാസ്റ്റിംഗ് മെത്തേഡ്. ഏത് മെറ്റൽ വേണം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് അതിൻ്റെ ബേസിക് ടൂൾസ്, അതിൻ്റെ ബേസിക് കുറച്ച് മോൾഡിംഗ് ബോക്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്ന് പഠിക്കണം. അത് നിങ്ങൾ ഫിസിക്കൽ ക്ലാസ് വരുമ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണുകയും പഠിക്കുകയും ചെയ്യാം. ടുഡേ അതിനു വേണ്ടിയുള്ള ഒരു ഡീറ്റെയിൽ ക്ലാസ് അതിൻ്റെ ഫൗണ്ടറി എടുക്കുന്ന സാറെന്ന് പറയുന്നത് ഡേവിഡ്സൺ എന്ന് പറഞ്ഞ സാറാണ്. ആ സാറ് നിങ്ങൾക്ക് ഉടനെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് മുതൽ അതിൻ്റെ പാറ്റേണും ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കിപ്പം ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ. Yes, sir. ഡേവിഡ് സാറേ, ക്ലാസ് എടുത്തോളൂ. ഡേവിഡ് സാറേ, now we can start the class.
ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് ഡേവിഡ്സൺ. ഈ ആറ്റ് മണല് ബൈ വെയിറ്റ് അനുസരിച്ച് നമുക്ക് എത്ര മോൾഡിംഗ് ബോക്സ് ഉണ്ടാവും, ആ മോൾഡിംഗ് ബോക്സിൽ നമുക്ക് എത്ര വെയിറ്റ് നമുക്ക് ആവശ്യമുണ്ടോ അത്രയും സാൻഡ് നമുക്കാണ്. 60% സാൻഡ് നമുക്ക് ആവശ്യമുണ്ട്. അതാണ് സിലിക്ക സാൻഡ് ആദ്യം എടുക്കുക. 60% സിലിക്ക സാൻഡ്. അത് കഴിഞ്ഞ് ക്ലേ പൗഡറാണ് ബെന്റുണൈറ്റ് എന്ന് പറയുന്ന ഒരു ക്ലേ പൗഡർ. ബെന്റുണൈറ്റ് എന്ന് പറഞ്ഞ ക്ലേ പൗഡർ 28% ബെന്റുണൈറ്റ് ക്ലേ പൗഡറും 2% കോൾ ടെസ്റ്റ് കൽക്കരിയുടെ പൊടി, 2% കൽക്കരിയുടെ പൊടിയും കൂടെ നമ്മളിത് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്ത് ആ സാധാരണ നമ്മൾ ഗ്രീൻ സാൻഡ് ബെഞ്ച് മോൾഡിംഗ് ആണ് ചെയ്യുന്നത്. ഗ്രീൻ സാൻഡ് ബെഞ്ച് മോൾഡിംഗ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ബെഞ്ച് മോൾഡിംഗ്, ഗ്രീൻ സാൻഡ് ബെഞ്ച് മോൾഡിംഗ്. അപ്പൊ അതിൽ നമുക്ക് ചെറിയ ചെറിയ കാസ്റ്റിംഗ് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് റൗണ്ട് ഡിസ്ക്, ഒരു ഡിസ്ക് ആണ് നമ്മളിന്ന് നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോ ഇതാണ് സ്റ്റെപ്പ് റൗണ്ട് ഡിസ്ക്. അപ്പൊ ഈ ഡിസ്ക് നമ്മളെ എങ്ങനെയാണ് മോൾഡ് ചെയ്തിരിക്കുക, നമ്മളിപ്പോ അല്ലാതെ തന്നെ ഇതുപോലെ വാട്ടർ ടാപ്പ് പിന്നെ ഇഞ്ചിൻ കവറ്, വാൽവ്, ഇതെല്ലാം നമ്മൾ ഇതുപോലെ കാസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മളിവിടെ പക്ഷേ സിമ്പിൾ ആയിട്ടൊരു കാസ്റ്റിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ സ്റ്റെപ്പ് റൗണ്ട് ഡിസ്ക് ആണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ടൂൾസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ ആ ടൂൾസ് ഒക്കെ പരിചയപ്പെടുത്താം. അപ്പൊ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആവശ്യമായ ടൂൾസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് മോൾഡ് ചെയ്യാൻ വേണ്ടി 2 ബോക്സ്, ഇത് മോൾഡിംഗ് ബോക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഫ്ലാസ്ക് എന്ന് പറയും. അപ്പോൾ 2 ബോക്സ് ആവശ്യമുണ്ടാവും. ഈ 2 ബോക്സ് എന്ന് പറയുന്നത്, ഒരു ബോക്സ് ഇങ്ങനെ സോക്കറ്റ് പാർട്ട് ഉണ്ടാവും, ഒരു ബോക്സിൽ അതിന്റെ പിന്നുണ്ടാവും. അപ്പൊ പിന്നും സോക്കറ്റും ഉള്ള ബോക്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അതില് ഒരു നമ്പർ 3 എന്ന് എഴുതിയിട്ടുണ്ട്. സെയിം പേര് തന്നെ എടുത്താൽ മാത്രമേ നമുക്ക് ആ ബോക്സ് കറക്റ്റ് ആയിട്ട് സീറ്റിംഗ് ആവുള്ളൂ. അപ്പൊ ആദ്യം അതെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മോൾഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൂൾസ് ആവശ്യമുണ്ട്. അപ്പൊ അതില് വുഡൻ റൗണ്ട് റാമർ, നമുക്ക് സാൻഡ് റാം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വുഡൻ റൗണ്ട് റാമർ. അതുപോലെ തന്നെ സെക്കൻഡ് കോണിക്കൽ റാമർ എന്ന് പറയും. കോണിക്കൽ റാമർ ഇതും ഒരു റാം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ്. ഇത്
ബെൻഡ് റോഡ്, കുറച്ച് ബെൻഡ് ഹോൾസ് കൊടുക്കാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി ബെൻഡ് റോഡ്, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ ബെൻഡ് റോഡ്. ക്ലീനർ ഓർ ലിഫ്റ്റർ, ക്ലീനർ ഓർ ലിഫ്റ്റർ. അപ്പൊ നമുക്ക് ക്ലീനർ ഓർ ലിഫ്റ്റർ, ഇത് നമുക്ക് സാൻഡിന്റെ എഡ്ജെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടി, റണ്ണർ റൈസർ എല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ക്ലീനർ ഓർ ലിഫ്റ്റർ. സ്ട്രൈക്കോ ബാർ അല്ലെങ്കിൽ ലെവലർ എന്ന് പറയും. സ്ട്രൈക്കോ ബാർ അല്ലെങ്കിൽ ലെവലർ. അപ്പൊ ഇത് നമുക്ക് സാൻഡ് സർഫസ് ലെവൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾ. അപ്പോൾ ഇനി നമുക്ക് ഈ സാൻഡ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഇതാണ് നമ്മുടെ മോൾഡിംഗ് സാൻഡ്. ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള മോൾഡിംഗ് സാൻഡ് ആണ്. ഇപ്പൊ നമ്മൾ ഇതില് പ്യുവർ സിലിക്ക സാൻഡ് 60% സിലിക്ക സാൻഡ്, 28% ക്ലേ, 2% കോൾ ഡസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള മോൾഡിംഗ് സാൻഡ്, 10% വാട്ടർ കണ്ടന്റ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്തു. അതിനുശേഷം ഇതുപോലെ മിക്സ് ചെയ്യണം. ഈ സാൻഡ് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് മോൾഡ് ചെയ്യാൻ ആയോ എന്നറിയണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം സാൻഡ് നല്ലപോലെ മിക്സ് ചെയ്താലേ നമുക്ക് ഫിനിഷ് ഉള്ള കാസ്റ്റിംഗ് കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടി സാൻഡ് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഈ സാൻഡ് കുറച്ച് കയ്യിലെടുക്കുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി നോക്കുക. അമർത്തി നോക്കുമ്പോൾ ആ കൈയുടെ ഷേപ്പിലേക്ക് വരും. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യുക, ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ആ സാൻഡ് നമ്മളെ കയ്യിൽ, നമ്മൾ എവിടെയാണോ ബ്രേക്ക് ചെയ്തത് അവിടെ മാത്രം ബ്രേക്ക് ആവും, ബാക്കി സാൻഡ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ സാൻഡ് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ മോൾഡിങ്ങിലേക്ക് തുടങ്ങാം. അപ്പൊ അതിനു വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ തന്നെ ബോക്സ് സെലക്ട് ചെയ്യണം. അപ്പൊ ഈ ബോക്സിൽ മോൾഡിംഗ് ബോക്സ് എടുത്തു. ആ മോൾഡിംഗ് ബോക്സിൽ ഒരു ബോക്സിൽ പിന്നുണ്ടാവും, ഒരു ബോക്സിൽ സോക്കറ്റും ഉണ്ടാവും. അപ്പൊ 2 ബോക്സ് എടുത്തതിന് ശേഷം അപ്പൊ ഇതിൽ പിന്നുള്ള ബോക്സിന് നമ്മൾ കോപ്പ് ബോക്സ് എന്ന് പറയും. കോപ്പ് ബോക്സ്. ഇതിന്റെ ബോട്ടം ബോക്സിന് ഡ്രാഗ് ബോക്സ് എന്നും പറയും. ഇതിന്റെ ടോപ്പ് ബോക്സിന് കോപ്പ് ബോക്സ് എന്ന് പറയും. അതിനുശേഷം നമുക്ക് മോൾഡ് ചെയ്യുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫ്ലോർ ലേഔട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ബോക്സിന്റെ ഇൻസൈഡിലേക്ക് ക്ലേ അപ്ലൈ ചെയ്യണം. കാരണം ഈ സാൻഡ് ബോണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ മോൾഡിംഗ് സാൻഡ് ഇതിലേക്ക് പറ്റിപ്പിടിക്കുന്നതിന് വേണ്ടി, അത് ബോണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഈ ബോക്സിലേക്ക് ക്ലേ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. ക്ലേ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ബോക്സില് സോക്കറ്റുള്ള പാർട്ട് ഗ്രൗണ്ടിൽ വരത്തക്കവണ്ണം ബോക്സ് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തോ? അപ്പൊ ഇനി നമുക്ക് ഏത് ഒബ്ജക്റ്റ് ആണോ ചെയ്യേണ്ടത് അതിന്റെ പാറ്റേൺ നമുക്ക് വേണം. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് റൗണ്ട് ഡിസ്ക്, ഇത് ഒരു സോളിഡ് പാറ്റേൺ ആണ്, ഒരു സോളിഡ് പാറ്റേൺ. ഈ പാറ്റേൺ ഈ പൊസിഷനിൽ ബോക്സിന്റെ മിഡിലായിട്ട് വയ്ക്കുക. ഈ മോൾഡിംഗ് ബോക്സിന്റെ മിഡിലായിട്ട് വെച്ചു. ഇനി നമ്മൾ മിക്സ് ചെയ്ത മോൾഡിംഗ് സാൻഡ്, ഇതാണ് നമ്മളെ മോൾഡിംഗ് സാൻഡ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ മോൾഡിംഗ് സാൻഡ് ബോക്സിന് 1/3 ഫില്ല് ചെയ്യുക. ഫസ്റ്റ് ബോക്സിന് 1/3 ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിനു ശേഷം കോണിക്കൽ റാമർ കൊണ്ട് യൂണിഫോം ആയിട്ട് ഇങ്ങനെ റൺ ചെയ്യുക. യൂണിഫോം ആയിട്ട് റൺ ചെയ്യുക.
ബോക്സിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് സാൻഡ് അങ്ങ് ഫില്ല് ചെയ്യണം. ബോക്സ് ഫുള്ളായിട്ട് സാൻഡ് ഫില്ല് ചെയ്യണം. വീണ്ടും നമ്മൾ കോണിക്കൽ റാമർ കൊണ്ട് തന്നെ റാം ചെയ്യുക. കോണിക്കൽ റാമർ കൊണ്ട് വീണ്ടും റാമിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാൻഡ് ഗ്രെയിൻസുകൾ തമ്മിൽ അടുക്കുന്നതിന് വേണ്ടി ബോക്സിന്റെ എല്ലാ കോർണറിലേക്കും ഈ സാൻഡ് എത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ റാം ചെയ്യുന്നത്. അതിനുശേഷം ഈ ബോക്സിലേക്ക് വീണ്ടും കുറച്ച് ഹൈറ്റ് ആയിട്ട് സാൻഡ് ഫില്ല് ചെയ്ത് വയ്ക്കും. കുറച്ച് ഹൈറ്റ് ആയിട്ട് സാൻഡ് ഫില്ല് ചെയ്ത് വെക്കുക. നമ്മൾ വുഡൻ റൗണ്ട് റാമർ റാമർ കൊണ്ട് ഇതുപോലെ യൂണിഫോം ആയിട്ട് തന്നെ ഇവിടെയും റാം ചെയ്യും. യൂണിഫോം റാം. യൂണിഫോം റാം ചെയ്തതിനു ശേഷം സ്ട്രൈക്കോ ബാർ കൊണ്ട് അല്ലെങ്കിൽ ലെവലർ എന്ന് പറയും, ലെവലർ കൊണ്ട് ബോക്സ് സർഫസും സാൻഡ് സർഫസും സെയിം ലെവലിലേക്ക് കൊണ്ടുവരും. സെയിം ആണ്. ബോക്സ് സർഫസും സാൻഡ് സർഫസും സെയിം ആണ്. നമുക്ക് ഈ സാൻഡ് സർഫസ് മൂവ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ട്രവൽ എന്ന് പറയുന്ന ടൂൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രവൽ ചെയ്യും. ട്രവൽ ചെയ്തതിനു ശേഷം ബെൻഡ് റോഡ് കൊണ്ട് കുറച്ച് ഹോൾസ് നമുക്ക് കൊടുക്കണം. ബെൻഡ് ഹോൾസ് കൊടുക്കണം. കാരണം ബ്ലോ ഹോൾസ് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഡിഫക്റ്റ് ഉണ്ട്, ബ്ലോ ഹോൾസ്. അപ്പൊ അത് ഹാഫ് റൗണ്ട് സ്മൂത്ത് ഫിനിഷ് ഹോളാണ് ഈ ബ്ലോ ഹോൾസ് എന്ന് പറയുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, കാസ്റ്റിംഗിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മോൾഡിൽ നമ്മൾ ബെൻഡ് ഹോൾസ് കൊടുക്കണം. അപ്പൊ ജസ്റ്റ് കുറച്ച് ഹോൾസ് അങ്ങ് മോൾഡിൽ കൊടുക്കുക. മോൾഡിലേക്ക് കുറച്ച് ഹോൾസ് കൊടുത്തതിന് ശേഷം മോൾഡിന്റെ സൈഡെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. ഈ ബോക്സ് ടേൺ ഓവർ ചെയ്യാം, തിരിച്ചു വെക്കും. ടേൺ ഓവർ ചെയ്യുക. ബോക്സ് എടുത്ത് ടേൺ ഓവർ ചെയ്യുക. ടേൺ ഓവർ ചെയ്തതിന് ശേഷം ട്രവൽ കൊണ്ട് ഇവിടെ സ്മൂത്ത് ചെയ്യുക. ട്രവൽ ചെയ്യണം, നല്ലപോലെ ട്രവൽ ചെയ്യുക. ട്രവൽ ചെയ്തതിനു ശേഷം പാർട്ടിങ് സാൻഡ് എന്ന് പറയും. നമുക്ക് അടുത്ത ബോക്സിന്റെ മുകളിലേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അപ്പോ അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടിങ് സാൻഡ്, ഒരു തിൻ ലെയർ പാർട്ടിങ് സാൻഡ് ഇതിലേക്ക്, ക്ലേ ഫ്രീ ഡ്രൈ സാൻഡ്. ഇതിൽ ക്ലേ ഇല്ലാത്ത ഡ്രൈ സാൻഡ് ആണ്, സാധാരണ സിലിക്ക സാൻഡ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ക്ലേ ഇല്ല എന്നുള്ളത് മാത്രമല്ല, ക്ലേ ഇല്ലാത്ത ഡ്രൈ സാൻഡ്. അപ്പോൾ ഒരു തിൻ ലെയർ ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യാം. ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാം.
അതിനുശേഷം ഇത് ബെല്ലോസ് എന്ന് പറയും. അപ്പൊ ഇത് പോയി ഇവിടെ നമ്മൾ ഇങ്ങനെ അമർത്തപ്പോ ഇതിലേക്ക് കുറച്ച് എയർ ഉണ്ടാവും. അപ്പൊ ഈ ബെല്ലോസ് കൊണ്ട് ഈ പേറ്റേണിന്റെ മുകളിലുള്ള പാർട്ടിംഗ് സാൻഡ് നമ്മൾ റിമൂവ് ചെയ്യണം. ബെല്ലോസ് കൊണ്ട് റിമൂവ് ചെയ്ത ശേഷം നമുക്ക് മെറ്റൽ കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മെറ്റൽ ബോറുണ്ട്. അപ്പൊ അതിന് വേണ്ടി റണ്ണറും റൈസറും വേണം. അപ്പോൾ ഇത് സ്ക്രൂ പിൻ എന്ന് പറയും. നമുക്ക് ആ 2 ബോൾ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് റണ്ണറും റൈസറും. അപ്പോൾ റണ്ണർ ഈ ബോക്സിനും ഈ പേറ്റേണിനും മിഡിലായിട്ട് പ്ലേസ് ചെയ്യണം. ഈ ബോക്സിനും ഈ പേറ്റേണിനും മിഡിലായിട്ട് റണ്ണർ പ്ലേസ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സാൻഡ് എടുക്കുക, ജസ്റ്റ് ഒന്ന് അമർത്തി വയ്ക്കുക. റൈസർ ഈ പേറ്റേണിന്റെ ടോപ്പിലായിട്ട് വയ്ക്കുക, ഒരു എൻഡിൽ. ഇവിടെയും കുറച്ച് സാൻഡ് എടുക്കുക, ജസ്റ്റ് ഒന്ന് അമർത്തി. അടുത്ത ബോക്സ് നമ്മൾ എടുക്കുമ്പോൾ അതിലും ഇൻസൈഡിൽ നമ്മൾ ക്ലേ കോട്ട് ചെയ്യണം. ബോക്സിന് ഇൻസൈഡിൽ ഒരു ബ്രഷും ഉണ്ട്. ക്ലേ ജസ്റ്റ് ഒന്ന് ക്ലേ കോട്ട് ചെയ്യുക. കോട്ട് ചെയ്ത ശേഷം ബോക്സ് അതിന് മുകളിലേക്ക് പ്ലേസ് ചെയ്യും. നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇവിടെയും ബോക്സിന്റെ 1/3 ആദ്യം സാൻഡ് ഫില്ല് ചെയ്യുക. ഈ ബോക്സിന്റെ 1/3 സാൻഡ് ഫില്ല് ചെയ്യുക. ഇവിടെ കോണിക്കൽ റാമർ കൊണ്ട് നമ്മൾ യൂണിഫോം ആയിട്ട് ഇങ്ങനെ റാം ചെയ്യും. കോണിക്കൽ റാമർ കൊണ്ട് യൂണിഫോം ആയിട്ട് റാം ചെയ്യുക. വീണ്ടും ഈ ബോക്സ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഫിൽ ചെയ്യാം. ഫുള്ളായിട്ട് നമ്മൾ മിക്സ് ചെയ്ത മോൾഡിംഗ് സാൻഡ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ഫിൽ ചെയ്യും. ബോക്സ് കംപ്ലീറ്റ് ഫിൽ ചെയ്തിട്ട് വീണ്ടും കോണിക്കൽ റാമർ കൊണ്ട് യൂണിഫോം ആയിട്ട് റാം ചെയ്യാം. യൂണിഫോം ആയിട്ടല്ല റാം ചെയ്താൽ നമുക്ക് എപ്പോഴും വെച്ചാൽ നമ്മൾ ഈ ബോക്സ് തിരിച്ചെടുക്കുന്ന അവസരത്തില് ഈ മോൾഡ് പൊട്ടിപ്പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂണിഫോം ആയിട്ട് കറക്റ്റ് ആയിട്ട് എല്ലായിടും ഒരുപോലെ റാം ചെയ്തിരിക്കണം. ഇതുപോലെ റാം ചെയ്തതിന് ശേഷം വീണ്ടും ബോക്സിലേക്ക് ഈ ബോക്സിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മാത്രമേ നമ്മൾ സാൻഡ് ഫില്ല് ചെയ്യാവൂ. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് സാൻഡ് ഫില്ല് ആവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ സാൻഡ് ഫില്ല് ചെയ്യുന്നത്. സാൻഡ് ഇപ്പോൾ ഇതുപോലെ ഹൈറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത ശേഷം റൗണ്ട് റാമർ എടുക്കുക. റൗണ്ട് റാമർ എടുത്ത് റാമർ കൊണ്ട് യൂണിഫോം ആയിട്ട് ഇങ്ങനെ റാം ചെയ്യുക. യൂണിഫോം ആയിട്ട്
പ്രോപ്പറായിട്ട് നമ്മൾ റാം ചെയ്തില്ല എങ്കിൽ നമ്മളെ മോൾഡ് ബ്രേക്ക് ചെയ്തു പോകും. അപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ റാം ചെയ്തിരിക്കണം. റാം ചെയ്തതിന് ശേഷം സ്ട്രൈക്കോ ബാർ കൊണ്ട് ബോക്സ് സർഫസും ഈ സാൻഡ് സർഫസ് സെയിം ആക്കണം. അപ്പൊ അതുകൊണ്ട് സ്ട്രൈക്കോ ബാർ കൊണ്ട് ഈ പൊസിഷനില് റവല് കൊണ്ട് ഈ സർഫസ് സ്മൂത്ത് ചെയ്യാം. സർഫസ് ഫിനിഷ് ചെയ്യുമ്പോൾ റവല് കൊണ്ട് നല്ലപോലെ സർഫസ് ഫിനിഷ് ചെയ്യുക. ഇവിടെയും ഈ സർഫസിൽ നമ്മൾ പാർട്ടിക്സ് ആൻഡ് ക്ലേ ഫ്രീ ഡ്രൈ സാൻഡ് ഒരു തിൻ ലെയർ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ബ്ലോ ഹോൾസ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് ഡിഫക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെയും വെന്റ് ഹോൾസ് കൊടുക്കണം. ഇത് വെന്റ് റോഡ് കൊണ്ട് ഇവിടെയും കുറച്ച് ഈ സർഫസിൽ കുറച്ച് വെന്റ് ഹോൾസ് കൊടുക്കണം. ഇവിടെയും വെന്റ് ഹോൾസ് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ലിഫ്റ്റർ ക്ലീനർ എന്ന് പറയും. ലിഫ്റ്റർ അല്ലെങ്കിൽ ക്ലീനർ. അപ്പൊ ഇതുകൊണ്ട് ഈ ബോക്സ് കൊണ്ട് നമുക്ക് പോറിംഗ് കപ്പ് കട്ട് ചെയ്യണം. റണ്ണറിലാണ് പോറിംഗ് കപ്പ് ഇടുക. റണ്ണർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഒരു കോണിക്കൽ ഷേപ്പില് ഒരു കപ്പ് കട്ട് ചെയ്യണം. കാരണം നമുക്ക് ഈ മോൾട്ടൺ മെറ്റൽ ഇതിനകത്തേക്ക് പോർ ചെയ്യാൻ വേണ്ടിയാണ്. മോൾട്ടൺ മെറ്റൽ ഇതിനെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി മോൾട്ടൺ മെറ്റൽ പോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് പോറിംഗ് കപ്പ് ഒരു കോണിക്കൽ ഷേപ്പിൽ ഒരു കപ്പ് കട്ട് ചെയ്യും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ റണ്ണറിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ റണ്ണറില് ഈ ലിഫ്റ്റർ കൊണ്ട് ജസ്റ്റ് ഒരു സർക്കിൾ അങ്ങ് വരയ്ക്കണം. ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചിട്ട് ലിഫ്റ്റർ ഒരു 45 ഡിഗ്രി ഇതിന് ചരിച്ചു പിടിക്കണം. 45 ഡിഗ്രി ചരിച്ചു പിടിച്ചതിന് ശേഷം ജസ്റ്റ് അമർത്തുമ്പോൾ ഈ സ്ക്രൂ പിന്നിൽ വന്ന് മുട്ടി. അപ്പൊ ഇതാണ് ആ കപ്പിന്റെ ഡെപ്ത്. എന്നിട്ട് ഈ ലൈനിലൂടെ കട്ട് ചെയ്ത് ഈ ലൂസ് ആൻഡ് എല്ലാം നമ്മൾ എടുത്തു മാറ്റി. എടുത്ത് മാറ്റിയ ശേഷം അപ്പൊ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുക. ജസ്റ്റ് റണ്ണർ അങ്ങ് നമുക്ക് ഊരിയെടുക്കാം. ഈ സ്ക്രൂ പിന്ന് ഊരിയെടുത്ത ശേഷം നമുക്ക് ഈ പോറിംഗ് കപ്പ് ഈ കോണിക്കൽ ഷേപ്പ് കറക്റ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യും. കോണിക്കൽ ഷേപ്പ് കറക്റ്റ് ചെയ്ത ശേഷം ഇവിടെ സാൻഡ് ഗ്രെയിൻസ് ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് അമർത്തി വെക്കുക. ഈ സാൻഡ് ഗ്രെയിൻസിൽ അമർത്തി, ഇല്ലെങ്കിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ഈ മെറ്റലിനകത്തേക്ക് നമ്മൾ ഒഴിക്കൂലേ, ആ ഒഴിക്കുന്ന മെറ്റലിനകത്തേക്ക് ഈ കാസ്റ്റ് ചെയ്യുമ്പോൾ ഈ സാൻഡ് ഗ്രെയിൻസ് കൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രെയിൻസിൽ അമർത്തി വെക്കുക. അമർത്തി വെച്ച ശേഷം ഇതുപോലെ തന്നെ റൈസറിലും ചെറിയൊരു കപ്പ് കട്ട് ചെയ്യണം. ആ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി. അപ്പൊ റൈസറും ഷേക്ക് ചെയ്ത് ഇളക്കിയെടുക്കുക. അപ്പൊ റണ്ണറും റൈസറും തിരിച്ചറിയാൻ വേണ്ടി റൈസറിലെ കപ്പ് ചെറുതായിരിക്കും, റണ്ണറിൽ വലുത്. അപ്പൊ റണ്ണറിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി റണ്ണറിലെ കപ്പ്
വലുതായിരിക്കണം, റൈസറിലകം ചെറുതായിരിക്കും. ഇത് ചെയ്ത ശേഷം ഇനി നമുക്ക് ഈ 2 ബോക്സിനെയും നമുക്ക് ഫൗണ്ടറിയിൽ വരുമ്പോൾ 2 പേരിലാണ് അറിയപ്പെടുന്നത്. ബോട്ടം ബോക്സിനെ നമ്മൾ ഡ്രാഗ് ബോക്സ് എന്ന് പറയും. ബോട്ടം ബോക്സിനെ ഡ്രാഗ് ബോക്സ് എന്ന് പറയും. പിന്നെ ടോപ്പ് ബോക്സിനെ കോപ്പ് ബോക്സ് എന്ന് പറയും. ഡ്രാഗ് കോപ്പ്, ടോപ്പ് ബോക്സിനെ കോപ്പ് ബോക്സ് എന്ന് പറയും. അപ്പൊ ഇനി നമുക്ക് ഈ കോപ്പ് ബോക്സിനെ ഇളക്കി മാറ്റണം. കോപ്പ് ബോക്സ് സാവധാനം പതുക്കെ എടുത്ത് തിരിച്ച് വെക്കുമ്പോ നമുക്ക് എവിടെയാണോ നമ്മൾ റണ്ണർ വെച്ചത് അവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവും. അവിടുന്ന് ഒരു ഇൻഗേറ്റ് കട്ട് ചെയ്യണം. ഇൻഗേറ്റ് എന്ന് വെച്ചാൽ ഒരു ചാനൽ കട്ട് ചെയ്യണം. അപ്പൊ ആ ചാനൽ നമ്മൾ ഇൻഗേറ്റ് എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് ഇതിലേക്ക് മെറ്റീരിയൽ ഒഴുകിയെത്താൻ വേണ്ടിയാണ് ഈ പാറ്റേൺ ഇരിക്കുന്ന പാറ്റേൺ ഇളക്കി കഴിയുമ്പോൾ ക്യാവിറ്റിയിലേക്ക് മെറ്റീരിയൽ ഒഴുകിയെത്താൻ വേണ്ടി ഒരു ചാനൽ, അതൊരു വി ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ഞാൻ അത് വരയ്ക്കും. ജസ്റ്റ് ആ സാൻഡ് എടുത്ത് മാറ്റി. ഇവിടെയും ലൂസ് സാൻഡ് നമ്മൾ അമർത്തി വെക്കണം. ഇവിടെ ലൂസ് സാൻഡ് അമർത്തി വെച്ച ശേഷം ഇവിടെ ഗേറ്റ് കട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് വിട്ട് കുറവായിരിക്കും, ഒരു ഭാഗത്ത് വിട്ട് കൂടുതലാണ്. വിട്ട് കൂടിയ ഭാഗത്ത് ഡെപ്തും കൂടുതലായി. ഇത് ഞാൻ ഇങ്ങോട്ടേക്ക് സ്ലൈഡിങ് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് നിങ്ങളെ അടുത്ത് ബേസിക്കലി നമ്മൾ ഇവിടെ വരുമ്പോ സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇത് കണ്ടിരുന്നാൽ മതി. അപ്പൊ ഇനി നമുക്ക് ഈ പാറ്റേൺ ഇളക്കിയെടുക്കണം. അപ്പൊ അതിനു വേണ്ടി പാറ്റേൺ ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ നല്ല ഫിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ അത് പാറ്റേൺ ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒരു കോട്ടൺ വേസ്റ്റിൽ അല്പം വാട്ടർ എടുത്ത ശേഷം ഡ്രോപ്പായിട്ട് ഈ എഡ്ജുകളിൽ മാത്രം കൊടുക്കുക. എഡ്ജുകളിൽ മാത്രം ഇങ്ങനെ ഡ്രോപ്പായിട്ട് വെള്ളം കൊടുക്കുക. അതിനുശേഷം ട്രാൻസ്പൈക്ക് കൊണ്ടാണ് പാറ്റേൺ റിമൂവ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് അടിക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഷേക്ക് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്ത ശേഷം വളരെ പതുക്കെ എടുക്കുക. അപ്പോ നമുക്ക് ഈ ക്യാവിറ്റി കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മളെ മോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മോൾഡ് വരെയായി. അപ്പോൾ ഇനി നമുക്ക് ഇത് റീസെറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ നേരത്തെ എടുത്തു മാറ്റിയ കോപ്പ് ബോക്സ് ഇതിലേക്ക് എടുക്കുക. അപ്പൊ ഇനിയാണ് നമ്മൾ ഫെർണസിൽ മെറ്റൽ മെൽറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ഇവിടെ വരുന്ന അവസരത്തിൽ നമുക്ക് മെറ്റലൊക്കെ മെൽറ്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് മെൽറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ മെൽറ്റ് ചെയ്യുന്നത് ഇത് ക്രൂസിബിൾ എന്ന് പറയും.
ഗ്രാഫൈറ്റ് കണ്ടെയ്നറാണ്. ഇപ്പൊ ഇതിലാണ് നമ്മൾ നോൺ ഫെറസ് മെറ്റൽസ് എല്ലാം മെൽറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ പോട്ടിനകത്തേക്ക് മെറ്റൽ ഇട്ടതിന് ശേഷം നമ്മൾ ഫെർണസിനകത്ത് നമ്മൾ വയ്ക്കുകയും അപ്പോൾ നമുക്കിത് മെറ്റൽ അലുമിനിയം 680 ഡിഗ്രിയിലാകുമ്പോൾ മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് പോർ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ പോർ ചെയ്താൽ മെറ്റിൽ പോർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ല. നിങ്ങൾ അടുത്ത് നമുക്കിവിടെ ക്ലാസ്സിന് വരുന്ന അവസരത്തിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോ ഇത് പോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാസ്റ്റിംഗ് കിട്ടുന്നത് ഈ രീതിയിലായി. അപ്പൊ ഈ രീതിയിലെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ റണ്ണർ. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത ഗേറ്റ്, ഇതാണ് നമ്മളെ കേവിറ്റി, നമ്മുടെ സ്റ്റെപ്പ് റൗണ്ട് ഡിസ്ക്, ഇതാണ് റൈസർ. ഇപ്പൊ ഇതിന്റെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ അൺവാണ്ടഡ് മെറ്റൽസ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റെപ്പ് റൗണ്ട് ഡിസ്ക് കിട്ടും. അപ്പൊ ഇത് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഏത് പർപ്പസിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് എല്ലാ സാധനങ്ങളും ഇന്ന് നിലവിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ സിമ്പിൾ ആണ് ഇത് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് നേരിൽ കാണുമ്പോൾ പറയാം. എങ്കിലും നമ്മളിപ്പോ ഇതൊരു സ്റ്റെപ്പ് പുള്ളിയാണ്, ഒരു പുള്ളി, ഇത് പാറ്റേൺ ആണ്. നമ്മൾ ഇതിന്റെ കാസ്റ്റിംഗ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഈ പൊസിഷനിലേക്ക് ഇതാണ് റണ്ണർ, ഇതാണ് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത ഗേറ്റ്, ആ ചാനൽ, ഇതെന്ന് പറയുന്ന റൈസർ. അപ്പോ ഇതിവിടെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മെറ്റിൽ ഇവിടുത്തെ ഗേറ്റും കട്ട് ചെയ്യാം, റൈസറും കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇപ്പോ സ്റ്റെപ്പ് പുള്ളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ ഇതുപോലെ വളരെ സിമ്പിൾ ആണ് ഇത് ചെയ്യാൻ. അപ്പോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതില്? അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത നിങ്ങൾ നേരിട്ട് ഫിസിക്കലി ഇവിടെ എത്തുമ്പോൾ ബാക്കി കാര്യങ്ങൾ. ഓക്കെ. Thank you, sir. 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 Thank you, sir.